ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2023 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം. അപ്പോൾ ലോക റാങ്കിങ്ങിലാണ് കേട്ടോ 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ താരത്തിന്. അപ്പോൾ ലോക 1-ാം റാങ്കിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് അദ്ദേഹം. ലോക 1-ാം റാങ്കിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ദെൻ ബൾഗേറിയൻ സാഹിത്യകാരൻ ഗോർഗീസ് പുഡിനോഫിൻ്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിന് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ്. അപ്പോൾ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ബൾഗേറിയൻ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ടൈം ഷെൽട്ടർ. കണ്ടില്ലേ, ആ പുസ്തകം അദ്ദേഹം കയ്യിൽ വെച്ചിട്ടുണ്ട്. ഗോർഗിയസ് പുഡിനോഫിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദെൻ മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാലൻഡ്, ചെൽസിയുടെ വനിതാ താരം സാം കെറിൻ എന്നിവർക്ക് ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ ഫുട്ബോൾ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ PK ബാനർജിയുടെ ജന്മദിനം ഗ്രാസ് റൂട്ട് ദിനമായി ആചരിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു. അപ്പോൾ പുതിയൊരു ദിനമാണ് ഗ്രാസ് റൂട്ട് ദിനം. ആരുടെ സ്മരണാർത്ഥമാണ്? മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള PK ബാനർജി. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള നിഷാദ് ദേവ്, മുഹമ്മദ് ഹുസാമുദ്ദീൻ, ദീപക് ബോറിയ എന്നിവർക്ക് വെങ്കല മെഡലാണ് കേട്ടോ. ദെൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി മനോജ് സോണി ചുമതലയേറ്റു. ഇപ്പോൾ UPSCയുടെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ മനോജ് സോണി ഓർക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പാനിഷ് ലീഗ് ഫുട്ബോൾ കിരീടം ബാഴ്സലോണ. ഉത്തരാഖണ്ഡിൽ തുംഗനാഥ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരാഖണ്ഡിലെ ഏത് സ്മാരകമാണ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചത്? ഉത്തരാഖണ്ഡിലെ തുംഗനാഥ്. ദെൻ പത്മരാജൻ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നോവലിസ്റ്റ് M. മുകുന്ദനാണ്. നിങ്ങൾ എന്നാണ് നോവലിൻ്റെ പേര്. കഥാകൃത്ത് VJ ജെയിംസ്. വെള്ളിക്കാശ് എന്നാണ് കഥയുടെ പേര്. ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. നൻപകൽ നേരത്ത് മയക്കം. തിരക്കഥ ശ്രുതി ശരണ്യം. B32 മുതൽ 44 വരെ. ദെൻ കേരള ക്രിട്ടിക്സ് പുരസ്കാരം 2022 പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം കേരള ക്രിട്ടിക്സ് ആണ് കേട്ടോ, കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം. മികച്ച ചിത്രം B32 മുതൽ 44 വരെ, ഹെഡ് മാസ്റ്റർ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണാണ്, അറിയിപ്പ് എന്ന ചിത്രത്തിനാണ്. മികച്ച നടൻ കുഞ്ചാക്ക ബോബനാണ്, എന്നാ താൻ കേസുകൊട്, പകലും പാതിരാവും, ഈ 2 ചിത്രത്തിനും. മികച്ച നടി ദർശന രാജേന്ദ്രൻ, ജയ 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 ഹേ, പുരുഷപ്രേതം എന്ന ചിത്രങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത്. ചലച്ചിത്ര രത്ന പുരസ്കാരം KP കുമാരൻ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫാക്റ്റാണ്, പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അപ്പോൾ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇന്ത്യൻ സെൻട്രൽ വിസ്ത റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിച്ചതാണ് സൻസദ് ഭവൻ എന്നാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേര്. സൻസദ് ഭവൻ. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1-ാം സ്ഥാനം. അപ്പോൾ നീതി ആയോഗിൻ്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിന് 1-ാം സ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. PSC ബുള്ളറ്റിനൊന്ന് വായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു 5-6 ക്ലാസ് കൂടി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു റൗണ്ട് പൂർണ്ണമായിട്ടും വായിക്കുക എപ്പോഴും നല്ലതാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വംശജയാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള റയാന അൽ ബർനാവി. അപ്പോൾ ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബി വംശജ റയാന അൽ ബർനാവി, സൗദി അറേബ്യ. CBIയുടെ പുതിയ ഡയറക്ടറായി പ്രവീൺ സുദ് നിയമിതനായി. CBIയുടെ പുതിയ ഡയറക്ടർ
പ്രവീൺ സൂദ് ആണ്. ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് ലിൻഡ യക്കാരിനോ നിയമിതയായി. വനിതയാണ് കേട്ടോ, ലിൻഡ യക്കാരിനോ. മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചത് VK മോഹൻ കമ്മീഷനാണ്. അപ്പോൾ VK മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മലപ്പുറം താനൂരിൽ വെച്ച് നടന്ന ബോട്ട് അപകടം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. പ്രമുഖ വ്യവസായിയും ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാനുമായിട്ടുള്ള ശ്രീജന്ത് ഹിന്ദുജ അന്തരിച്ചു. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ശരത് ബാബു അന്തരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പപ്പുവന്യൂ ഗിനിയയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ദി ലൊഹാഗു, ഫിജിയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി. ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കിട്ടിയ ബഹുമതികളുടെ പേരാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലോങ് ജമ്പ് അന്താരാഷ്ട്ര മത്സരത്തിൽ മലയാളിയായ M ശ്രീശങ്കറിന് സ്വർണം. തമിഴ്നാട് സ്വദേശി ജസ്വിൻ ആൽട്രീൻ വെള്ളി മെഡൽ നേടി. അപ്പോൾ ലോങ് ജമ്പ് അന്താരാഷ്ട്ര മത്സരത്തിൽ മലയാളി ശ്രീശങ്കറിനാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. ദെൻ ഹൈക്കോടതി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത് SV ഭട്ടിയ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കപ്പെട്ടത് SV ഭട്ടിയ. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം മലയാളിയായ HS പ്രണോയിക്ക്. ഫ്രഞ്ച് ലീഗ് 1 ഫുട്ബോൾ ലീഗ് കിരീടം PSG-ക്ക്. ജർമ്മൻ ബുണ്ടസ്ലിഗ ഫുട്ബോൾ കിരീടം ബയേൺ മ്യൂണിക് നേടി. ഇതൊന്നും അത്ര ചോദിച്ച് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു വിടുന്നത് കേട്ടോ. പ്രശസ്ത ഭക്തിഗാന സംവിധായകൻ PK കേശവൻ നമ്പൂതിരി അന്തരിച്ചു. ദെൻ തുർക്കിയിൽ പ്രസിഡൻ്റായിട്ട് തയ്യിബ് എർദോഗാനെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് നേതാവ് മധു ലിമാമയുടെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുൻ ലോകസഭാംഗം പണ്ഡിറ്റ് റാം കിഷന് ശതാബ്ദി പുരുഷ പദവി. അപ്പോൾ ശതാബ്ദി പുരുഷ പദവി കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് റാം കിഷൻ. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിയിൽ തുടങ്ങും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ് തുടങ്ങുന്നത്. വിഖ്യാത ഗായിക ടീന ടർണർ അന്തരിച്ചു. റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്നാണ് സംഗീത ലോകത്ത് അറിയപ്പെടുന്നത്. റോക്ക് ആൻഡ് റോൾ രാജ്ഞി. ദെൻ അടുത്തതിലേക്ക് വരാം. ജൂൺ മാസത്തിൽ തന്നെ മറ്റു സുപ്രധാന സംഭവങ്ങളിലേക്ക് വരാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് വിരമിച്ചു. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് വിരമിച്ചു. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. ഗ്രീസിലെ വോലോസിൽ നടക്കുന്ന ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ജൂനിയർ രാജ്യാന്തര ഒളിമ്പ്യാഡിൽ മലയാളിയായിട്ടുള്ള സിദ്ധാർത്ഥ് കുമാർ ഗോപാൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യും. മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർ ആയി അദീബ് അഹമ്മദ് നിയമിതനായി. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദീബ് മുഹമ്മദ്. ഇംഗ്ലണ്ടിലെ മികച്ച ഫുട്ബോൾ പരിശീലകനായി പ്രീമിയർ ലീഗ് ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പെപ് ഗാർഡിയോള തിരഞ്ഞെടുക്കപ്പെട്ടു. അഗ്നി 1 ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നും ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്നി 1 ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണ വിക്ഷേപണം ഒഡീഷയിൽ നിന്നാണ് പൂർത്തിയായത്, APJ അബ്ദുൽ കലാം ഐലാൻഡിൽ. ഏഷ്യ കപ്പ് ജൂനിയർ ഹോക്കി പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യക്ക്. ഫൈനലിൽ യഥാക്രമം പാകിസ്ഥാൻ, ദക്ഷിണ കൊറിയ ടീമുകളെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്.
ദെൻ പ്രശസ്ത ഹോളിവുഡ് നടൻ ബാരി ന്യൂമാൻ അന്തരിച്ചു. 1971 പുറത്തിറങ്ങിയ വാനിഷിംഗ് പോയിൻ്റാണ് താരത്തെ പ്രശസ്തനാക്കിയത്. ദെൻ ട്രിപ്പിൾ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തിന് പുറമെ FA കപ്പ്, UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും മാഞ്ചസ്റ്റർ സിറ്റിക്ക്. FA കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനെയുമാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 10 സെക്കൻഡിന് താഴെ 100 മീറ്റർ ഓടിയെത്തിയ ആദ്യ താരമായ അമേരിക്കൻ സ്പ്രിൻറ്റർ ജിം ഹൈൻസ് അന്തരിച്ചു. അപ്പോൾ ജിം ഹൈൻസ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പ്രിൻറ്റ്, ഓട്ട മത്സരം അല്ലേ. 3 വർഷത്തിനിടെ KSRTCയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ബെൽജിയം ആസ്ഥാനമുള്ള ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം. അപ്പോൾ KSRTCക്ക് ഒരു പുരസ്കാരം കിട്ടി. ബെൽജിയം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്നാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഡോക്ടർ സുജ കെ കുന്നത്ത് നിയമിതയായി. ഫ്രഞ്ച് ചിത്രകാരിയും എഴുത്തുകാരിയും വിഖ്യാത ചിത്രകാരൻ പിക്കാസോയുടെ പ്രണയിനിയുമായിരുന്ന ഫ്രാൻസ്വാ ജിലോ അന്തരിച്ചു. റഷ്യയുടെ ഓണററി കൗൺസിലും തിരുവനന്തപുരം റഷ്യൻ ഹൗസ് ഡയറക്ടറുമായിട്ടുള്ള രതീഷ് സി നായർക്ക് റഷ്യൻ പ്രസിഡന്റിൻ്റെ ഉന്നത ബഹുമതി ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ലഭിച്ചു. മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഏറ്റവും നല്ല കവിതയ്ക്കുള്ള മഹാകവി ഉള്ളൂർ അവാർഡ്. അപ്പോൾ മഹാകവി ഉള്ളൂർ അവാർഡ് കിട്ടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി VP ജോയിയുടെ കാണാമറ എന്ന കവിതാ സമാഹാരത്തിന്. ജോയ് വാഴയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. അപ്പോൾ മഹാകവി ഉള്ളൂർ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള VP ജോയിക്കാണ്. കാണാമറ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ജോയ് വാഴയിൽ. പി കേശവദേവ് ട്രസ്റ്റിൻ്റെ P കേശവദേവ് സാഹിത്യ പുരസ്കാരം കവിയും സർവകലാശാല അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനും ഡയബസ്ക്രീൻ കേരള പുരസ്കാരം കരൾ രോഗ വിദഗ്ധൻ ഡോക്ടർ സിറിയാക് എബി ഫിലിപ്സിനും സമ്മാനിച്ചു. അപ്പോൾ P കേശവദേവ് ട്രസ്റ്റ് നടത്തിയ നൽകിയ രണ്ട് പുരസ്കാരങ്ങളാണ്. ഒന്ന് സാഹിത്യ പുരസ്കാരം, അത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണന്. ദെൻ ഡയബോസ്ക്രീൻ കേരള പുരസ്കാരം, അത് കരൾ രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ സിറിയാക് എബി ഫിലിപ്സിനും ലഭിച്ചു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഡയറക്ടർ മൃത്യുഞ്ജയ് മോഹപത്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഡയറക്ടറാണ് മൃത്യുഞ്ജയ് മോഹപത്ര. അദ്ദേഹം UN-ൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സംഘടനയുടെ പേര്. ദെൻ തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടറായി പ്രൊഫസർ C വീരമണി നിയമിതനായി. അറബിക്കടലിൽ രൂപമെടുത്ത പുതിയ ചുഴലിക്കാറ്റാണ് ബിബാർ ജോയ്. ബംഗ്ലാദേശ് ആണ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. ഇന്നലെ ഒമാൻ പേര് നിർദ്ദേശിച്ച ഒരു ചുഴലിക്കാറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ഇത് അറബിക്കടലിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റിന് ബംഗ്ലാദേശ് നൽകിയ പേരാണ് ബിബാർ ജോയ്. അപ്പോൾ രണ്ടും ബായിൽ തന്നെയാണ് അല്ലേ, ബിബാർ ജോയ്. കളരിപ്പയറ്റിനെ ജനകീയമാക്കിയ വല്ലഭട്ട കളരിയുടെ ഗുരുവും പത്മശ്രീ ജേതാവുമായിട്ടുള്ള C ശങ്കരനാരായണ മേനോൻ അന്തരിച്ചു. അപ്പോൾ ശങ്കരനാരായണ മേനോൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കളരിപ്പയറ്റ് കേട്ടോ, കളരിപ്പയറ്റ്. ശാസ്ത്രമേഖലയിൽ നെതർലാൻഡ് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന സ്പിനോസ സമ്മാനം ഇന്ത്യൻ വംശജ ജോയ്റ്റ ഗുപ്തയ്ക്ക്. ദി സ്വച്ഛ് മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ K-ഫോൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അപ്പോൾ 2023 K-ഫോൺ സംസ്ഥാനത്തിന് സമർപ്പിക്കുന്നത്.
പ്രശസ്ത ഹാസ്യ നടനും മിമിക്രി കലാകാരനുമായിട്ടുള്ള കൊല്ലം സുധി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ദെൻ GSLV-F ടോൾ NVS-01 എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി NVS-01 എന്ന ഉപഗ്രഹം ഇന്ത്യ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ ശ്രേണിക്കായി വിഭാവനം ചെയ്തിട്ടുള്ള രണ്ടാം തലമുറ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതാണിത്. പ്രശസ്ത യുവചിത്രകാരൻ മിഥുൻ മോഹൻ അന്തരിച്ചു. കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന ഭാവനകൾ എന്ന പ്രശസ്ത ചിത്രകലാ പാരമ്പര്യയുടെ സൃഷ്ടാവാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD ആയി KV അബ്ദുൽ മാലിക് നിയമിതനായി. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 100ാം വാർഷികം ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB 100ാം വാർഷികം ആഘോഷിച്ചു. 1923 ബ്യൂറോ ഓഫ് ഇൻഫർമേഷൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച വിഭാഗമാണ് നിലവിലെ PIB. ഓർത്തുവെക്കുക. 1946 PIB എന്ന പേര് മാറ്റിയത്. അപ്പോൾ ആദ്യം ബ്യൂറോ ഓഫ് ഇൻഫർമേഷൻ എന്ന പേരായിരുന്നു. 46 ആയപ്പോഴാണ് PIB എന്ന പേരിലേക്ക് മാറുന്നത്. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടറും പ്രശസ്ത മണ്ണ് ഗവേഷണ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CJ തമ്പി അന്തരിച്ചു. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് 1ാം സ്ഥാനം അല്ലേ. ആരോഗ്യരംഗത്തും കേരളത്തിന് 1ാം സ്ഥാനം നമ്മൾ പറയും. ആരോഗ്യ പരിചരണ രംഗത്തും വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിലാണ് കേരളത്തിന് 1ാം സ്ഥാനം. ദൂരദർശനിലെ ആദ്യകാല ഇംഗ്ലീഷ് വാർത്താ അവതാരികയും പത്മശ്രീ ജേതാവുമായിട്ടുള്ള ഗീതാഞ്ജലി അയ്യർ അന്തരിച്ചു. 71ാമത് മിസ് വേൾഡ് മത്സരം ഇന്ത്യയിൽ നടക്കും. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് കേരള കേഡർ IPS ഓഫീസർ നിതിൻ അഗർവാൾ നിയമിതനായി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BFSൻ്റെ ഡയറക്ടർ ജനറലായിട്ട് കേരള കേഡർ IPS ഓഫീസറായിട്ടുള്ള നിതിൻ അഗർവാൾ നിയമിതനായി. പാലിയം ഇന്ത്യ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി വിനോദ് ഹരിഹരനെ തിരഞ്ഞെടുത്തു. പാലിയം ഇന്ത്യ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയക്കാണ്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ഇഗ സ്വിയാടെക്കും പുരുഷ കിരീടം നൊവാക് ജോക്കോവിച്ചും നേടി. ജോക്കോവിച്ചിൻ്റെ 23ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ്. പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ താരമാണ് ജോക്കോവിച്ച്. അപ്പോൾ പുരുഷ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്നത് ജോക്കോവിച്ചാണ്. ടെന്നീസിലെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും 3 തവണ വീതം നേടുന്ന ആദ്യ പുരുഷ താരമാണ് ജോക്കോവിച്ച്. ടെന്നീസിലെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും 3 തവണ വീതം നേടുന്ന ആദ്യ പുരുഷ താരം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ യുവശാസ്ത്ര പുരസ്കാരം മലയാളിയായ പ്രതീക് സുരേഷ് കുമാറിന്. ഇപ്പോൾ നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമാണ് DRDO. ഇതിൻ്റെ യുവശാസ്ത്ര പുരസ്കാരം കിട്ടിയിരിക്കുന്നത് പ്രതീക് സുരേഷ് കുമാറിനാണ്. തെക്കൻ അമേരിക്കൻ രാജ്യമായ സൂരിനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്. അപ്പോൾ രാഷ്ട്രപതിക്ക് കിട്ടിയ ഒരു അവാർഡാണ്. പ്രധാനമന്ത്രിക്ക് കിട്ടിയ ഒരുപാട് അവാർഡുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രപതിക്ക് കിട്ടിയ അവാർഡ് പ്രത്യേകം പഠിച്ചു വെക്കുക. തെക്കൻ അമേരിക്കൻ രാജ്യമായ സൂര്യാനാമിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ഓർഡർ ഓഫ് ദി ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ. കലയും ശാസ്ത്രവും സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായി നൽകുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നർത്തകിയും ഗവേഷകയുമായിട്ടുള്ള ഡോക്ടർ മേത്തിൽ ദേവികയ്ക്ക്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും കേരള സർക്കാരും സംയുക്തമായിട്ടാണ് ഫെലോഷിപ്പ് നൽകുന്നത്. ദെൻ അടുത്തതിലേക്ക് വരാം. അവാർഡുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇറ്റാലിയൻ മുൻ പ്രധാനമന്ത്രി ബെർലുസ്കോണി അന്തരിച്ചു. ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്ര നിർമ്മാതാവും സംവിധായകനും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ എഡിറ്ററുമായിട്ടുള്ള ഡോക്ടർ PB ബാലശങ്കർ മന്നത്ത്. അപ്പോൾ അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ എഡിറ്ററാണ് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഫിഫ അണ്ടർ 20 ഫുട്ബോൾ കിരീടം യുറാഗ്വയ്ക്ക്. ഫൈനലിൽ ഇറ്റലിയാണ് പരാജയപ്പെടുത്തിയത്.
ഡിജിറ്റൽ പ്രിൻറ്റിംഗ് സൊല്യൂഷൻസ് കമ്പനി ആയിട്ടുള്ള എപ്സൺ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് പ്രമുഖ നടി രശ്മിക മന്ദാനയെ നിയോഗിച്ചു. അപ്പോൾ എപ്സൻ്റെ ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡർ രശ്മിക മന്ദാന. അർജന്റീനിയൻ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബ് ഇന്റർ മിയാമിയുമായിട്ട് കരാറൊപ്പിട്ടു. ജർമ്മൻ കപ്പ് ഫുട്ബോൾ കിരീടം RB ലൈപ്സിഗിന്. അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി സൈനികൻ ആൽബി ഡിക്രൂസ് അന്തരിച്ചു. അപ്പോൾ അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി സൈനികനായിരുന്നു ആൽബി ഡിക്രൂസ്. സാഹിത്യത്തിനും ഗവേഷണ മേഖലയ്ക്കും ഈടുറ്റ സംഭാവനകൾ നൽകി ഡോക്ടർ വെള്ളയാണി അർജുൻ അന്തരിച്ചു. 3 ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ്. 3 ഡീലിറ്റ്. സർവ്വവിജ്ഞാനകോശം ഡയറക്ടർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2008 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളയാണി അർജുനൻ. 3 ഡീലിറ്റ് കിട്ടിയിട്ടുണ്ട്. സർവ്വവിജ്ഞാനകോശം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ എന്നീ മേഖലയിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. 2008 പത്മശ്രീയും കിട്ടിയിട്ടുണ്ട്. ദെൻ കേരള സംഗീത നാടക അക്കാദമി സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാധാരണ നാടക അവാർഡുകളൊക്കെ ചോദിക്കൽ റെയറാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. മികച്ച നാടകം 2 നക്ഷത്രങ്ങൾ വള്ളുവനാട് ബ്രഹ്മി തിയേറ്റേഴ്സ്. മികച്ച നടൻ ബിജു ജയാനന്ദൻ 2 നക്ഷത്രങ്ങൾ. മികച്ച നടി കലാമണ്ഡലം സന്ധ്യ മുക്കുത്തി. മികച്ച സംവിധായകൻ രാജേഷ് ഇരുളം 2 നക്ഷത്രങ്ങൾ. മികച്ച നാടകകൃത്ത് പ്രദീപ് കുമാർ കാവുന്തറ പണ്ട് 2 കൂട്ടുകാരികൾ. മികച്ച ഗായകൻ കല്ലറ ഗോപൻ. മികച്ച ഗായിക ശുഭ രഘുനാഥ്. കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ IIT മദ്രാസ് തുടർച്ചയായിട്ട് 5ാം തവണയും 1ാം സ്ഥാനത്ത്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായിട്ട് 5ാം തവണയും 1ാം സ്ഥാനത്ത് വന്നത് IIT മദ്രാസ്. ബാംഗ്ലൂർ IIESC ആണ് മികച്ച സർവകലാശാല. ദേശീയ തലത്തിൽ 24ാം റാങ്ക് നേടിയ കേരള സർവകലാശാല. അപ്പോൾ ബാംഗ്ലൂരു NIST ആണ് മികച്ച സർവകലാശാല. ബാംഗ്ലൂരു IISC ആണ് മികച്ച സർവകലാശാല. ഇനി മികച്ച സർവകലാശാലയുടെ കൂട്ടത്തിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. 24ാം റാങ്കാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ IIT മദ്രാസിനാണ് 1ാം സ്ഥാനം. 23ാം റാങ്ക് നേടിയ കോഴിക്കോട് NIT ആണ് കേരളത്തിൽ 1ാമത്. അപ്പോൾ കേരളത്തിൽ 23ാം സ്ഥാനം കിട്ടിയ NIT ആണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം സ്ഥാനം. മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ അഹമ്മദാബാദ് IIM ആണ് 1ാം സ്ഥാനം. കോഴിക്കോട് IIMന് 3ാം റാങ്ക് ലഭിച്ചു. മെഡിക്കൽ വിഭാഗത്തിൽ ഡൽഹിയിലെ എയിംസ് 1ാം സ്ഥാനം. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് 10ാം സ്ഥാനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 44ാം സ്ഥാനം. ഇനി ആർക്കിടെക്ചർ വിഭാഗത്തിൽ 1ാം റാങ്ക് IIT റൂർക്കിയാണ്. IIT റൂർക്കി. കോളേജുകളുടെ കൂട്ടത്തിൽ ഡൽഹിയിലെ മിറാൻഡ ഹൗസ്. ഇനി യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമാണ്. കേരളത്തിൽ നിന്നും ഒരു ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത് 26ാം റാങ്കാണ്. സോ നമ്മൾ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തു. ഞാൻ പറയുന്നു, ഇത് PSC ബുള്ളറ്റിൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക മാത്രമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വോയിസ് മാത്രം കേട്ട് പഠിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വായിച്ചു നോക്കാൻ സൗകര്യം കിട്ടാത്ത ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇത് ഒരു വോയിസ് ആയിട്ട് കേൾക്കാം. ദെൻ ഇതിൻ്റെ ഹാൻഡ് പിക്കഡ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ അധികം വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ.